എല്ലാവർക്കും ഫെയ്ത്ത് സർജറിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ രണ്ടാമത്തെ നമ്പറിനെ കുറിച്ചാണ് നിങ്ങളുമായി ഞങ്ങൾ ഇന്ന് പങ്കുവയ്ക്കുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് സുവിശേഷ പ്രഘോഷണത്തെ പറ്റിയാണ്. സുവിശേഷം എന്നത് നല്ല വിശേഷം എന്നാണ്. നമ്മോട് യേശു എങ്ങനെയാണോ സുവിശേഷം പ്രഘോഷിച്ചത് അതേ മാതൃക നാം പിന്തുടരണം. സുവിശേഷ പ്രഘോഷണത്തിൽ പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. ആയിരിക്കുക, പഠിപ്പിക്കുക, അധികാരപ്പെടുത്തുക, അയക്കുക. ഈ 4 ഘടകങ്ങളും ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം നമ്മോടൊപ്പം ആയിരുന്നുകൊണ്ട്, സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരോടൊപ്പം ആയിരുന്നുകൊണ്ടാണ് സുവിശേഷം നമ്മെ പഠിപ്പിച്ചത്. പഠിപ്പിക്കുക എന്നത് അവിടെ തന്റെ ജീവൻ തന്നെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഇപ്പൊ നമ്മൾ ഉദാഹരണം നോക്കുമ്പോൾ മലമുകളിലെ പ്രസംഗത്തിൽ അവിടെ നമ്മോട് പറയുന്നത് താൻ എങ്ങനെയാണ് ജീവിച്ചത് അതേ മാതൃകയിൽ നാം ജീവിക്കണം എന്നാണ് അവിടെ നിന്ന് ആവശ്യപ്പെടുന്നത്. അധികാരപ്പെടുത്തുക എന്നതാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. യേശു തന്റെ ശിഷ്യന്മാരെ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ ജ്ഞാനസ്നാനപ്പെടുത്തുന്നതിനുമായി എങ്ങനെയാണോ അധികാരപ്പെടുത്തിയിരിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മളെയും യേശു അധികാരപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ അധികാരം എന്നതുകൊണ്ട് ശുശ്രൂഷ എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മറ്റുള്ളവരെ ജ്ഞാനസ്നാനപ്പെടുത്തുക എന്ന ക്രിസ്തുവിന്റെ പ്രഘോഷണം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാം. ദൈവം തന്റെ പുത്രനായ യേശുവിനെ എങ്ങനെയാണോ നമ്മുടെ ഇടയിലേക്ക് അയച്ചത് അതേ രീതിയിലാണ് യേശു നമ്മളെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കാനായി അയക്കുന്നത്. അപ്പൊ യേശുവിനെ പോലെ യേശുവിന്റെ മാതൃകയിൽ ജീവിക്കാത്ത ഒരാൾക്ക് അങ്ങനെ ഒരിക്കലും സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പൊ ഒരു അന്ധന് വേറൊരു അന്ധനെ നയിക്കാനായിട്ട് ഒരിക്കലും കഴിയില്ല. യേശുവിന്റെ മാതൃകയിൽ യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമേ മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സുവിശേഷം പ്രഘോഷിക്കാൻ കഴിയുകയുള്ളൂ.